വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വർഷയുടെ മാരേജിൻ്റെ തലേ ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് ഗുലാബി ഉണ്ട്. അപ്പോൾ ഗുലാബി ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഇന്ന് വർഷയുടെ തലേ ദിവസം ആഘോഷിക്കാൻ പോണ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ടയേർഡായിട്ടുണ്ടല്ലേ? യെസ്, കുറച്ച് ടയേർഡാണ്. കാരണം കണ്ടില്ലേ, കാരണം രാവിലെ എണീറ്റപ്പോൾ എന്താണെന്ന് അറിയില്ല, പെട്ടെന്നൊരു ബാക്ക് പെയിൻ പോലെ. അപ്പോൾ ഓഫീസിൽ ഞാൻ എന്നും പോണ പോലെ പോയി, പക്ഷെ പെട്ടെന്ന് നല്ല വേദനയായിട്ട് അവിടെ നിന്ന് കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റായി. അങ്ങനെ മെഡിസിനൊക്കെ എടുത്തു, പെയിൻ കില്ലറൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ കുറേ നേരം ഒരു 2 മണിക്കൂറോളം കിടന്നു, പക്ഷേ ഇനി കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. വൈകിട്ട് വർഷയുടെ വീട്ടിൽ പോകണം, പിന്നെ നാളെ ഡാൻസ് ഉണ്ട്, ഫുൾ ഓണായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ് വർഷയുടെ മാരേജ്. പക്ഷെ അറിയില്ല, ഫിസിക്കലി അത്ര ഓക്കെ അല്ല, എന്നാൽ പോലും പോകണം, എന്തായാലും പോകണം, പോവാതിരിക്കാനൊട്ടും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാരേജ് പ്രിപ്പറേഷൻസ്, അതായത് ഇന്നത്തെ ഗുലാബിയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അത് കൂടാതെ തന്നെ നാളത്തെ വിശേഷങ്ങളും, ചിലപ്പോൾ ഞാനിതെല്ലാം ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. യെസ്, ഒരു വീഡിയോ തന്നെ ആയിരിക്കും. സോ ഇന്ന് തലേ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് റെഡ് കളർ ഡ്രസ് കോഡാണ്. അപ്പോൾ അമ്മ അത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നാളെ പരിപാടി ഉണ്ടെങ്കിൽ ഇന്ന് തയ്ക്കും, അതാണ് നമ്മുടെ ഒരു രീതി. ഓക്കെ, എനിക്കധികം അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ യെസ്, അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടാം. അപ്പോൾ എനിക്ക് ഇഷ്ടം നല്ല ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിൻ, അതുപോലെ തന്നെ സ്പോട്ട്ലെസ് ആയിട്ടുള്ള സ്കിന്നാണ്. പക്ഷേ ഇന്ന് ഹൈപ്പർ പിഗ്മെന്റേഷൻ, ആക്നെ ബസ്റ്റ്, സൺ എക്സ്പോഷർ, അതുപോലെ തന്നെ ബ്ലെമിഷസ് എല്ലാം വളരെ കോമൺ ആണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മമ എർത്തിന്റെ ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് ക്രീം. അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ് മമ എർത്തിന്റെ ബൈ ബൈ ഡാർക്ക് സർക്കിൾസ് ഐ ക്രീം. മമ എർത്തിന്റെ ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് ക്രീം എൻ്റെ ഫേസിലുള്ള പലതരത്തിലുള്ള പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലെ വൈറ്റമിൻ സി പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഡെയ്സി ഫ്ലവർ എക്സ്ട്രാക്ട് സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കുകയും മൾബറി എക്സ്ട്രാക്റ്റിലെ ആന്റി ഓക്സിഡൻസ് സ്കിന്നിന് ആന്റി ഏജിംഗ് ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡാർക്ക് സർക്കിൾസ് എന്ത് തന്നെ റീസൺ ആയിക്കോട്ടെ, മെലാനിൻ ഡെപ്പോസിറ്റ്, സ്ലീപ്ലെസ് നൈറ്റ്സ്, സ്ട്രെസ്, പൊല്യൂഷൻ, എന്ത് ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു ക്രീം യൂസ് ചെയ്തേ പിന്നെ അതിനെ നല്ല രീതിയിൽ റിജുവിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള കുക്കുംബർ അണ്ടർ ഐ സ്കിന്നിനെ നല്ല രീതിയിൽ സൂത്തൻ ചെയ്യുകയും മെലാനിൻ ഡെപ്പോസിറ്റ് കുറയ്ക്കാൻ ഡെയ്സി ഫ്ലവർ എക്സ്ട്രാക്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇതൊരു പവർഫുൾ കോംബോ തന്നെയാണെന്ന് പറയാം. കാരണം ക്ലിയറും ബ്രൈറ്റും ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് മമ എർത്തിന്റെ ഈ ബ്ലെമിഷസ് ക്രീമും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഐ ക്രീമും. ബ്ലെമിഷസും പിഗ്മെന്റേഷൻ തടയുകയും ഗ്രീസി ഫോർമുല ഇല്ലാതാക്കുകയും ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല എന്നതാണ് മമ എർത്ത് ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് ക്രീമിന്റെ കീ ഡെലിവറബിൾസ്. അണ്ടർ ഐ സ്കിന്നിനെ നെറീഷ് ചെയ്യുകയും ലൈറ്റ് വെയ്റ്റും ഇൻറ്റൻസീവ്ലി മോയ്സ്ചറൈസ് ചെയ്യുകയും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ് ബൈ ബൈ ഡാർക്ക് സർക്കിൾസ് ഐ ക്രീമിൻ്റെ കീ ഡെലിവറബിൾസ്. സോ നമുക്കിനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. മൾബറി എക്സ്ട്രാക്റ്റും വൈറ്റമിൻ സിയുമാണ് മമ എർത്ത് ബൈ ബൈ ബ്ലെമിഷസ് ക്രീമിൻ്റെ കീ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് തന്നെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യുകയും സ്കിന്ന് ബ്രൈറ്റൻ ആക്കുകയും ഏജിംഗ് തടയുവാനും ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബൈ ബൈ ഡാർക്ക് സർക്കിൾസ് ഐ ക്രീമാണ്. ഇതിലെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുക്കുംബറും പെപ്റ്റൈഡ്സുമാണ്. കുക്കുംബർ സ്കിന്നിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കുകയും ഡെയ്സി ഫ്ലവർ എക്സ്ട്രാക്ട് സ്കിന്നിലുള്ള മെലാനിൻ ഡെപ്പോസിറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. മമ എർത്തിന്റെ പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി നിങ്ങൾ ഓരോ തവണയും മമ എർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡർ അവരൊരു ട്രീയുമായി ലിങ്ക് ചെയ്യുകയും അങ്ങനെ ബൈ 2025 ആകുമ്പോൾ മമ എർത്ത് ഇസ് എയിമിംഗ് ടു പ്ലാൻ 1 million ട്രീസ്. അപ്പോൾ മമ എർത്ത് ഇപ്പോൾ പല വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ നിയർ ബൈ സ്റ്റോറുകളിലും ഇപ്പോൾ മമ എർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. സോ മെസ്സേജ് മീ ഓർ കമന്റ് ബിലോ വെൻ യു സ്പോട്ട് എ മമ എർത്ത് ഷോപ്പ് നിയർ യു. സോ എൻ്റെ കൂപ്പൺ കോഡായ വൃന്ദ 2023 യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു പവർഫുൾ കോംബോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം.
അപ്പോൾ നമ്മുടെ ഗുലാബി ഫംഗ്ഷൻ്റെ ഡ്രസ് കോഡ് റെഡ് കളറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് വെയർ ചെയ്യാൻ പോകുന്നത്. സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന സാരിയാണ് ഞാൻ ഈ ഒരു സ്കേർട്ടും ക്രോപ്പ് ടോപ്പും ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. എനിക്കത് അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നാ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഞാനൊരു പേൾ റിംഗ് ആണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ 3 പേരും റെഡി ആയിട്ടുണ്ട്. ശില്പ, അമൃത, ഇനി മേഘ എവിടെ? മേഘ, കാർത്തിയൊക്കെ അവിടെ വരും. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ വർഷയുടെ വീട്ടിൽ എത്തി. നമ്മുടെ കല്യാണപ്പെണ്ണ് നമുക്ക് കാണാം. എവിടെ? വർഷ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ശില്പ എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു. ശില്പ റെഡി ആവണ പോലെ അഭിനയിപ്പിക്കണേണോ? റെഡിയാക്കുന്ന പോലെ ശില്പ റെഡിയാക്കുന്ന പോലെ അഭിനയിക്കുന്നതാണ്. എനിക്കെല്ലാം എന്തായാലും പരിപാടി നോക്കി അപ്പൊ നമ്മള് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി കാർത്തി വരാനുണ്ട്, മേഘ വരാനുണ്ട്, പക്ഷെ അവരൊക്കെ നാളെ എത്തുള്ളൂ അല്ലേ? ഇന്ന് വരുമോ? പക്ഷെ നമ്മളെന്താ ആദ്യമായിട്ട് നേരത്തെ എത്തിയിരിക്കുന്നു. കൊള്ളാം. ഗുലാബിയാണ്. ഗുലാബി ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് ഡ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ തീം. അപ്പൊ എല്ലാരും റെഡ് ഡ്രസ്സാണ് ഗൈസ്. പക്ഷെ ഇതെന്താണിത്? അപ്പൊ നമ്മുടെ മേഘ വന്നിരിക്കുകയാണ്. മേഘ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വലിയേട്ടന്റെ കുഞ്ഞാവ. ഹായ്. വർഷയുടെ ചേട്ടന്റെ കുട്ടിയാട്ടോ. ഇതാണ് വർഷയുടെ ചേട്ടൻ. ഇതാണ് നമ്മുടെ മാവേലി. കൊച്ചിന്റെ അച്ഛനായി പോയി. ഈ വെള്ളിയേട്ടനെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. നമ്മുടെ മാവേലിയാണിത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് പപ്പാനി, നമ്മുടെ ഡാൻസിലെ മാവേലിയുടെ ഓണത്തിന്റെ ഡാൻസിന്റെ ക്രിസ്മസ് ഡാൻസിലെയും വന്നിട്ടുണ്ട്. ഇല്ല, ഇത് വേണം. നാച്ചുറൽ സാധനങ്ങളൊക്കെ ഇതാണ്. ഹലോ കല്യാണ പെണ്ണെ, അവിടെ പോയി ഇരുന്നൂടെ? കടലപ്പൊടി എടുത്തോണ്ട് വരാം. അവിടെ പോയി ഇരിക്കും. അപ്പോൾ വർഷയുടെ വീട്ടിൽ വെച്ച് തന്നെ കേട്ടോ ഗുലാബി ഫംഗ്ഷൻ നടത്തിയത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് പോർഷനിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഗുലാബി നടത്തുന്നത്. നല്ല ലൈറ്റിംഗ്. അങ്ങനെ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല മിസ്റ്റർ. ഇതാണ് വർഷയുടെ ഇളയ ചേട്ടൻ വൈശാഖ്, പാട്ടുകാരൻ. അതെ അതെ. എന്റെ വ്ളോഗ്, മാരേജ് വ്ളോഗിന് പാട്ട് പാടിയിട്ടുണ്ട്, എൻഗേജ്മെന്റ് വ്ളോഗിന് പാട്ട് പാടിയില്ലേ. അപ്പോൾ ആ പാട്ടുകാരനാണ്, നമ്മുടെ നാട്ടിലെ ഫേമസ് പാട്ടുകാരനാണ്, ഗായകനാണ് വൈശാഖ്. എവിടെ പരിപാടി ഉണ്ടോ അവിടെ വൈശാഖിന്റെ പാട്ടുണ്ടാവും. വൈശാഖ് ഒരു 2 വരി പാടൂ. നെഞ്ചം സുന്നതേ മുൻപേ വാ. സൂപ്പർ സൂപ്പർ. അപ്പൊ നാളെ ഇനി കല്യാണത്തിന് നമ്മുടെ വൈശാഖിന്റെ പാട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എന്താണ് പരിപാടി?
നമുക്ക് തിന്നാം. നമ്മുടെ കൂട്ടുകാരോട് അപ്പോൾ നമ്മുടെ രാമൂട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വെളുപ്പിനെ എത്തും. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും മാരേജിന് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും സ്റ്റേ ആണ്. അപ്പോൾ രാമൂട്ടൻ കണ്ണൂർ പോയതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെയാണ് ഫുള്ള്. अब आओ मेरे पास रह जाओ मेरे साथ प्रेम मौसम मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा जहां शोगाना तारा छपीला तारा रंगीला तारा रंग बेरू जुए तारी रात रे शोगाना तारा और छपीला तारा और रंगीला तारा रंग बेरू जुए तारी बात बात रे चमा चम नाचे आजे धमाधम ढोल बाजे नॉन स्टॉप हल्ला मचेगा अपनी फेमस है रात वाली यारियां जाने सारा जहां थलपुरमा सुन ले ओ छोरिया मैं नगरिया जब ये घूमे कमर यार तारी कमरिया कमर यार तारी कमरिया थलपुरमा सुन ले ओ छोरिया मैं नगरिया जब ये घूमे कमर यार तारी कमरिया कमर यार तारी कमरिया छुगाना तारा छबीना तारा कमर यार तारी कमरिया कमर यार तारी कमरिया ഹലോ, അപ്പോൾ ഇന്നലത്തെ ഗുലാബി നൈറ്റ് അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ഡേ ആണ്. രാമോണിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഗ്രീൻ കളർ ഡ്രസ് കോഡാണ് ഞങ്ങൾ ബ്രൈഡ്സ് കോഡിന് എല്ലാവർക്കും. സോ നമുക്ക് ഒട്ടും ടൈം കളയാതെ പള്ളിയിലേക്ക് പോവാം. കലൂര് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ വർഷയുടെയും അമലിൻ്റെയും മാരേജ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും തന്നെയാണ് ഫ്ലവർ ഗേൾസ്. സോ ഞങ്ങൾ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡിഫറെൻറ്റ് പാറ്റേൺസിൽ സെയിം കളർ ഡ്രസ്സാണ് നമ്മളിന്ന് എല്ലാവരും വെയർ ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഫസ്റ്റ് പള്ളിയിലെ ഫംഗ്ഷനാണ്. പള്ളിയിൽ വെച്ചിട്ട് താലികെട്ട് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലത്തെ ഹാളിൽ തന്നെയാണ് ബാക്കിയുള്ള ഫംഗ്ഷൻസ്. സോ നമ്മുടെ ഡാൻസ് പ്രോഗ്രാം എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ അടുത്തത് ഇനി മിന്നേട്ട് ചടങ്ങാണ്. അപ്പോൾ പള്ളിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്ത് വീഡിയോസ് കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മാക്സിമം വീഡിയോസ് എല്ലാം എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. पहली पहल जबकि तुमसे मिली थी नजर ऐसा चक्कर आया कि अब मैं न जानूं कि जाऊं तो जाऊं किधर तुम सामने थे ये पल अगले ही पल थी उलझन अब क्या बताऊं मैं किस हाल में हूँ मैं तुम्हारे बारे में ही हर घड़ी मैं सोचती हूँ क्यों मधुशी दीवानगी मैं और मेरी बंदगी
റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. റമുട്ടാ അവരുടെ എനിക്ക് ആപ്പ് കിട്ടണില്ല. എടി പോവാണോ നീ? കരയിടില്ലേ നീ? കരയിടി എന്നെ കരയിച്ചല്ലേ? എടി പറഞ്ഞു എടി കഞ്ഞിയും കറി വെച്ച് കളിക്കട്ടെ. എടി ഒരു കരയിടില്ലേ? എന്നാലും അതെ ഈ മുറ്റത്ത് വരെ പോവാൻ എടി ഞാൻ ശശിയായി ഇപ്പൊ ഞാൻ മാത്രം കരുതി. എരിഞ്ഞെങ്കിലും കരയടേ എടി ഒരു ഉരുളി കണ്ണീര് പക്ഷേ ഒരു തുള്ളി എങ്ങനെ അറിയാലോ അച്ഛനും അമ്മയും അമ്മ എല്ലാരും അങ്ങനെ വർഷം പോവുകയാണ് ഗായ്സ്. കാർത്തി നീ എങ്കിലും കരയണം. അയ്യോ വാ വീട്ടിൽ പോ. വാശി